നമസ്കാരം. വേ ടു സയൻസിൻ്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. HSCയുടെ സിലബസിലുള്ള ഒരു ഭാഗമാണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടും കേരള ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ കുറിച്ചാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് 2013 NFSA ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിനെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആർട്ടിക്കിൾ 21 നമ്മളിവിടെ ഓർത്തിരിക്കേണ്ടതുണ്ട്. ഇനി റെസിഡൻഷ്യൽ ഓർഡിനൻസ് ലഭിക്കുന്നത് ജൂലൈ 5, 2013 ഫുഡ് സെക്യൂരിറ്റി പ്രോഗ്രാമുകളാണ് മിഡ് ഡേ മീൽ സ്കീം, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ് സ്കീം ആൻഡ് ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. ഇതിൽ മിഡ് ഡേ മീൽ സ്കീമിൽ വരുന്നതാണ് ഉച്ച ഭക്ഷണം നമ്മൾ സ്കൂളുകളിലൊക്കെ കൊടുക്കത്തില്ലേ, അതൊക്കെ മിഡ് ഡേ മീൽ സ്കീമിൽ വരുന്നതാണ്. അതുപോലെ ICDSന് കീഴിലുള്ള അംഗനവാടികളിലൂടെയൊക്കെ നമ്മൾ പോഷകാഹാരങ്ങളൊക്കെ കുട്ടികൾക്കും ഗർഭിണികൾക്കും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി PDS പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൻ്റെ 75% റൂറൽ ഏരിയാസിലും 50% അർബൻ ഏരിയാസിലുമാണ് നടപ്പിലാക്കുന്നത്. അതായത് 2/3 ഓഫ് ദ പോപ്പുലേഷൻ. പാർലമെൻറ്റ് പാസ്സാക്കിയ വർഷമാണ് ഡിസംബർ 22, 2011. ഇനി പ്രസിഡൻഷ്യൽ ഓർഡിനൻസ് ലഭിച്ച വർഷമാണ് ജൂലൈ 5, 2013. ഇനി നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിയമപരമായി പ്രാബല്യത്തിൽ വരുന്നത് ഇനാക്റ്റഡ് ഇൻ ടു ലോ സെപ്റ്റംബർ 12, 2013 ആ ഡേറ്റ് ഓർമ്മിച്ച് വയ്ക്കുക. അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് KV തോമസ് ആണ്. ഒഡീഷയിൽ നടപ്പിലാക്കിയത് നവംബർ 17, 2015 ആസാമിൽ ഡിസംബർ 24, 2015 ഇത് ഇനാക്ട് ചെയ്തത് മൻമോഹൻ സിംഗ് ആണ്. സൈൻ ചെയ്തത് സെപ്റ്റംബർ 10, 2013. അന്ത്യോദയ അന്ന യോജന ഇതിനൊക്കെ മുമ്പ് തന്നെ വന്നിട്ടുള്ള ഒരു സ്കീമായിരുന്നു അന്ത്യോദയ അന്ന യോജന. ഡിസംബർ 25, 2000 നിലവിൽ വരുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ക്യാഷ് മാറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 6,000 rupees വീതം ഗർഭിണികൾക്കൊക്കെ അലോ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു സെൻട്രൽ ഗവൺമെൻറ്. ഇനി NFSA ഫസ്റ്റ് പാസ്സാക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വരുന്നത് 2013. നമുക്ക് നോക്കേണ്ടത് കേരള ഫുഡ് സെക്യൂരിറ്റി ആക്റ്റാണ്. നിലവിൽ വരുന്നത് 2016 നവംബറിലായിരുന്നു. കേരള ഭക്ഷ്യസുരക്ഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് തൈക്കാട്, തിരുവനന്തപുരത്തെ തൈക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇനി ഫസ്റ്റ് ചെയർമാൻ ഓഫ് ഫുഡ് കമ്മീഷൻ KV മോഹൻകുമാർ ആണ് ഫുഡ് കമ്മീഷൻ്റെ ഫസ്റ്റ് ചെയർമാൻ. അപ്പോൾ നിലവിലുള്ള കറണ്ട് ചെയർമാൻ ഓഫ് ഫുഡ് കമ്മീഷൻ ശ്രീ VR വിനോദ് IAS ആണ്. കറണ്ട് ചെയർമാൻ ഓഫ് ഫുഡ് കമ്മീഷൻ ശ്രീ VR വിനോദ് IAS. കേരളത്തിലെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല കൊല്ലം. അപ്പോൾ NFSAയുടെ ഭാഗമായിട്ട് ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഫുഡ് സെക്യൂരിറ്റി ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഒരു ഭാഗമാണ് അല്ലേ, ഭക്ഷ്യസുരക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആർട്ടിക്കിൾ 21 ഓർക്കുക. ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് KV തോമസ് ആണ്. ഇനാക്ട് ചെയ്യുന്നത് മൻമോഹൻ സിംഗ് ആണ്. ഇനാക്ട് ചെയ്ത വർഷം എന്ന് പറയുന്നത് 2013 സെപ്റ്റംബർ 12. അതുപോലെ തന്നെ ഓർത്തിരിക്കേണ്ട ഒന്നാണ് അന്ത്യോദയ അന്ന യോജന. നിലവിൽ വരുന്നത് ഡിസംബർ 25, 2000. NFSA ആദ്യമായിട്ട് നിലവിൽ വന്നത് ഛത്തീസ്ഗഡിലാണ്. ഇനി കേരള ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് 2016 നവംബറിലാണ്. കേരള ഭക്ഷ്യസുരക്ഷാ ഭവൻ സ്ഥിതി ചെയ്യുന്നത് തൈക്കാട്, തിരുവനന്തപുരത്താണ്. അതിൻ്റെ പ്രസൻറ്റ് ചെയർമാൻ എന്ന് പറയുന്നത് VR വിനോദ് IAS ആണ്. കേരളത്തിലെ സമ്പൂർണ്ണ ഭക്ഷ്യസുരക്ഷാ ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്. സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക്